കല്യാണ വീട്ടിൽ കഴിക്കുന്ന സീറ കഴിച്ചിട്ടില്ലെങ്കിൽ വാ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, നമുക്ക് ഉണ്ടാക്കിയിട്ട് പോയാലോ. വാ. ഹലോ എവ്രി വൺ, നമുക്കിന്ന് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു സീറയുടെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൈനാപ്പിളാണ് കേട്ടോ. നമ്മൾ പൈനാപ്പിൾ ചെറുതായിട്ട് അരിയണം. ഞാൻ ഒന്ന് കഴിച്ച് നോക്കി, നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാനിവിടെ എടുക്കുന്ന റവ 1 ഗ്ലാസ്സാണ്, അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം വേണം. പഞ്ചസാര 1 കപ്പും വേണം. 1 കപ്പ് റവക്ക് 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം. എന്നിട്ട് നമുക്ക് പൈനാപ്പിൾ ഈ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫുഡ് കളറും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ചേ ഇവിടെ ചേർക്കുന്നുള്ളൂ, കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് വേറൊരു പാത്രം എടുക്കാം. ഞാൻ ഉരുളിയാണ് കേട്ടോ ഇതിലെടുക്കുന്നത്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ബദാമായിരുന്നു. നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം, പിന്നെ ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഉണക്കമുന്തിരിയും ബദാമുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളറാകുമ്പോഴേക്കും നമുക്ക് മാറ്റിയെടുക്കാം. അത് ആ പൈനാപ്പിൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മെയിനായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഗ്രാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിക്കാം കേട്ടോ. അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് റവ യൂസ് ചെയ്യാം. നമ്മൾ റവ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സെമോലിന ബോംബെ റവ എന്ന് പറയുന്ന ഒരു ഫൈൻ റവയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ഇതിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തുടരെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അതാ നന്നായിട്ട് വറ്റി കഴിഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി ആഡ് ചെയ്യേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര ഇടുമ്പോൾ പഞ്ചസാര മെൽട്ടായിട്ട് കുറച്ച് വെള്ളം അതിൽ വരും കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ഇതിൽ പരീക്ഷണം നടത്തിയ ഒരാളാണ്. കാരണം എനിക്ക് എത്ര ചെയ്തിട്ട് നമ്മൾ ഈ കല്യാണ വീട്ടിൽ കിട്ടുന്ന ഈ സീറയുടെ റെസിപ്പി എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനമാണ് ഈ ഒരു റെസിപ്പിയിലോട്ടൊക്കെ എത്തിയത് കേട്ടോ. പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കുറച്ച് ഏലക്കയും പഞ്ചസാരയും മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഈ ഇലക്കൊക്കെ കടിക്കാൻ കിട്ടും. പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചതിന്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലോണം കട്ടിയാവരുത്, കുറച്ചൊരു വെള്ളം പോലെ ആവണം കേട്ടോ. എന്നാലേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമുക്കെന്ത് ചെയ്യാം, നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ബദാമും ഉണക്കമുന്തിരിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അപ്പം തന്നെ ഓഫാക്കിക്കോ, കാരണം കുറച്ചൊരു വെള്ളത്തിന് അംശം വേണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നല്ലോണം കട്ടിയാവും കേട്ടോ. എന്നിട്ട് ഞാനിതാ ഒരു പാത്രത്തിലാക്കിയിട്ട് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. നല്ല പോലെ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാൽ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ ടേസ്റ്റിങ് എക്സ്പ്രഷൻ കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. ചെറുതായി ഒന്ന് ഞാനൊരു ഗ്രാമ്പൂ അടിച്ചതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.